ശ്രീ ടി എൻ പ്രതാപൻ, പൂട്ടിക്കിടക്കുന്ന ബാറുകളെല്ലാം തുറക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോഴത്തെ ഓർഡിനൻസ് എന്ന് UDF പറയുന്നു. പക്ഷേ ശക്തമായ ഒരു സമരം പോലും സംഘടിപ്പിക്കുവാൻ കഴിയില്ല. അതുകൊണ്ടാണ് സംശയം ഉയരുന്നത്. കഴിഞ്ഞ തവണ ഈ മദ്യനയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വന്നപ്പോൾ അത് ആവർത്തിക്കുന്നില്ല. രണ്ട് പക്ഷത്തു നിന്ന് പോരാടിയത്. അവിടെ VM സുധീരൻ ആയിരുന്നു ഒരു പക്ഷത്തുണ്ടായിരുന്നത്. താങ്കളെ പോലുള്ളവർ ആ പക്ഷത്തു നിന്നും മറുപക്ഷത്ത് ആരായിരുന്നു എന്നുള്ളതും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോഴും പൊള്ളുന്നത്, ഇപ്പോൾ LDF മദ്യനയം തിരുത്താൻ പോവുകയാണെന്നുള്ള സൂചന കിട്ടിക്കഴിഞ്ഞല്ലോ, അവിടെയും പൊള്ളുന്നത് ഈ സുധീര പക്ഷത്തിന് മാത്രമാണല്ലോ. അല്ല, VM സുധീരൻ ഈ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ബാല്യം മുതലുള്ള നിലപാട് ആവർത്തിക്കുന്നു. അതോടൊപ്പം തന്നെ പാർട്ടിയുടെ നിലപാടും അദ്ദേഹം ആവർത്തിക്കുന്നു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കോൺഗ്രസിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും നിലപാട് വളരെ ശക്തമായി ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനകത്ത് കോൺഗ്രസ് പാർട്ടിയുടെ ആത്യന്തികമായി ഞങ്ങൾക്ക് ദേശീയ തലത്തിൽ മദ്യവുമായി ബന്ധപ്പെട്ട നിലപാടുണ്ട്. അതേ നിലപാട് തന്നെയാണ് സംസ്ഥാന തലത്തിലുമുള്ളത്. അതിനകത്ത് യാതൊരു ഭിന്നാഭിപ്രായങ്ങളും ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ വ്യാപകമായി വീര്യം കൂടിയ വിദേശ മദ്യവും ബീറും വൈനും അതേപോലെ തന്നെ സർക്കാരിൻ്റെ മദ്യവിൽപ്പനശാലകളും ഒക്കെ തുറക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ശ്രമം കേരളത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലുന്നതാണ്. അതിനെതിരെയുള്ള സമീപനത്തിൽ ഞങ്ങൾക്കിടയിൽ യാതൊരു ഭിന്നാഭിപ്രായമില്ല. VM സുധീരൻ പറയുന്നത് പോലെ തന്നെയാണ് രമേശ് ചെന്നിത്തലയും ഈ കാര്യത്തിൽ ശക്തമായ നിലപാട് ആവർത്തിച്ച് പ്രതിപക്ഷത്തിൻ്റേത് പറഞ്ഞിട്ടുണ്ട്. ശ്രീ ഡേവിസ് പാത്താടൻ, ഇപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ള കാര്യം എന്ന് പറയുന്നത് ബാറുകൾ തുറന്നു കിട്ടുക എന്നത് തന്നെയാണല്ലോ. ഇപ്പോൾ 450 ബാറുകൾ പൂട്ടിക്കിടക്കുകയാണ് ദേശീയ സംസ്ഥാന പാതയോരങ്ങളിൽ. ഇവയെ ബിയർ ആൻഡ് വൈൻ പാർലറുകളായി നിലനിർത്തുക എന്നുള്ളതാണോ അതോ FL3 ലൈസൻസ് കിട്ടുക എന്നുള്ളതാണോ നിങ്ങളുടെ ആഗ്രഹം? ഇതിനൊരു മുന്നൊരുക്കം എന്ന രീതിയിൽ ഇപ്പോൾ സർക്കാർ നൽകിയിരിക്കുന്ന ഈ സമ്മാനം ഇത് സന്തോഷത്തോടു കൂടി തന്നെ സ്വീകരിക്കുകയല്ലേ? ഇപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് എന്തായാലും മാറ്റേണ്ടി വരും. FL3 ലൈസൻസ് കിട്ടിയാൽ പോലും അവിടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ അനുമതി വേണമായിരുന്നു. അതിപ്പോൾ ആവശ്യമില്ല. അല്ല, നിലവിലുള്ള ഒരു സ്ഥാപനം, നിലവിലുള്ള ഒരു ലൈസൻസ്, ഇപ്പോൾ എക്സിസ്റ്റിംഗ് ലൈസൻസുകൾക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിന് ലോക്കൽ ബോഡിയുടെ അനുവാദം വേണമായിരുന്നില്ല നിലവിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അതൊരു ഭീഷണിയല്ലായിരുന്നു. അതായത് പുതിയതായി വരുന്ന സ്ഥാപനങ്ങൾക്കാണ് ലോക്കൽ ബോഡിയുടെ പുതിയ സ്ഥലത്തേക്ക് മാറണമെങ്കിൽ വേണമല്ലോ. ഒരു തദ്ദേശ സ്ഥാപനത്തിന്റെ പരിധിയിൽ പോലും ആയിരിക്കില്ല. ഇപ്പോൾ 500 മീറ്റർ പരിധിയിൽ ദേശീയപാതയോരങ്ങളുടെയും സംസ്ഥാന പാതയോരങ്ങളുടെയും പരിധിയിലാണ് ഈ ബിയർ ആൻഡ് വൈൻ പാർലറുകൾ എങ്കിൽ അപ്പോൾ മറ്റൊരിടത്തേക്ക് മാറ്റുന്നതിന് വേണ്ടി ആ തദ്ദേശ ഭരണ സ്ഥാപനത്തിന്റെ അനുമതി വേണമല്ലോ. അതെന്തുകൊണ്ടാണ് അനുമതി വേണ്ട എന്ന് വാദിക്കുന്നത്? അതും വേണമല്ലോ. ആ ഒരു അനുമതിയാണ് ഇപ്പോൾ നേരെ എക്സൈസ് വകുപ്പിന്റെ കയ്യിലേക്ക് കിട്ടിയിരിക്കുന്നത്. ഹോട്ടലുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ കോടതി ഉദ്ദേശിക്കുന്ന ഷിഫ്റ്റിംഗ് അസാധ്യമാണല്ലോ. അതായത് നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുമെന്നാണ് ഇപ്പോൾ ഈ ഒരു ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ഗുണമാണ് കിട്ടാൻ പോകുന്നത്? ഈ ഓർഡിനൻസിലൂടെ എന്ത് ഗുണം കിട്ടും ബാർ ഉടമകൾക്ക്? അല്ല, ബാർ ഉടമകൾക്ക് ഞാൻ സൂചിപ്പിച്ചതുപോലെ പ്രത്യേകിച്ച് അതായത് ദേശീയ പാതയോരത്തെ 50% കൂടുതലും വരുന്ന സ്ഥാപനങ്ങൾ ഇപ്പൊ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അതിനൊരു പരിഹാരം ഉണ്ടാകുന്നത് വരെ ബുദ്ധിമുട്ടിൽ തന്നെയാണ്. ഈ ഷോപ്പുകൾ ഷിഫ്റ്റ് ചെയ്യുന്നത് പോലെ നമുക്ക് ഒരു കാരണവശാലും ഹോട്ടലുകൾ ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കുകയില്ലല്ലോ. സ്വാഭാവികമായിട്ടും അതിന് നിയമപരമായിട്ടുള്ള പരിഹാരം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വെക്കേഷന് ശേഷം ഇതിൻ്റെ വാദം കേൾക്കുന്നുണ്ട് ജൂലൈ 2nd വീക്കിൽ. അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റുകളും അതിനാവശ്യമായിട്ടുള്ള ഞങ്ങൾക്ക് കിട്ടുന്ന നിയമോപദേശം അനുസരിച്ച് നിലവിലുള്ള ഹോട്ടലുകളെ സംരക്ഷിക്കുന്നതിന് ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് പൂർണ്ണമായിട്ടുള്ള അധികാരം അബ്കാരി ആക്ടും റൂളും എല്ലാം ഭേദഗതി ചെയ്തുകൊണ്ട് തന്നെ നടപ്പിലാക്കുന്നതിനുള്ള അധികാരം സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്കുണ്ട്. അതിനുള്ള നടപടി ഗവൺമെന്റ് സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ ലോക്കൽ ബോഡിയുടെ അനുമതി ആ ഓർഡിനൻസ് കൊണ്ട് പ്രത്യേകിച്ച് ഹോട്ടൽ ഉടമകൾക്ക് എന്തെങ്കിലും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഹോട്ടൽ ഉടമകൾക്ക് വേണ്ടി അത് ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു റദ്ദ് ചെയ്യലാണ് എന്നുള്ളതിന് യാതൊരു അടിസ്ഥാനവുമില്ല.
ഫാദർ ടി ജെ ആന്റണി ഇങ്ങനെ തന്നെയാണോ ബാർ ഹോട്ടൽ ഉടമകൾക്ക് ഒരു പ്രയോജനവുമില്ല, അതേസമയം അഴിമതി ഒഴിവാക്കുന്നതിന് വേണ്ടി തദ്ദേശ സ്ഥാപനങ്ങളിലെ അഴിമതി ഒഴിവാക്കുവാൻ സഹായിക്കും, ഇതാണ് ബാർ ഹോട്ടൽ ഉടമകളുടെ വാദം? തീർച്ചയായിട്ടും ചിലർക്ക് അഴിമതി ഒഴിവാക്കാനെന്ന വാദം പറയുമ്പോഴും ജനങ്ങൾക്ക് അഴിമതി എന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. ജനങ്ങൾക്ക് അഴിമതി, നിങ്ങളെ ജയിലിലാക്കിക്കോളാം, ഞങ്ങൾ നടത്തുന്ന അല്ലെങ്കിൽ ഞങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ചില സംവിധാനങ്ങളുടെ ഭാഗമായി മിണ്ടാതിരുന്ന് മര്യാദയ്ക്ക് കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ജനങ്ങൾക്ക് അഴിമതി എന്നാണ് ഇവർ പറയുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഞാനൊരു കാര്യം, ബഹുമാനപ്പെട്ട നൗഷാദ് സുഹൃത്ത്, എനിക്ക് LDF വിരുദ്ധതയോ UDF ചോദിച്ചത് അക്കാര്യമല്ല. അല്ല, ബാർ ഹോട്ടൽ ഉടമകൾക്ക് പ്രത്യേകിച്ച് ഒരു പ്രയോജനവും കിട്ടുന്നില്ല. താങ്കൾ സ്ഥാപിക്കുകയും വേണം. എന്ത് ഗുണമാണ് കിട്ടുന്നത്? ബാർ ഉടമകൾക്ക് ഇതുകൊണ്ട് പ്രയോജനമുണ്ട്. കാരണം നിരവധി ബാർ ഉടമകൾ പുതിയ ബാറുകൾ പണിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അവയ്ക്ക് ലൈസൻസ് കിട്ടിയിട്ടില്ല, കിട്ടാനുള്ള അപേക്ഷകൾ കൊടുത്ത് കാത്തിരിക്കുന്നവരുണ്ട്. ഒരുപക്ഷെ നിലവിൽ നേരത്തെ പാത്താടൻ സൂചിപ്പിച്ചതുപോലെ നിലവിൽ ദേശീയ സംസ്ഥാന പാതകൾക്കരികെയുള്ളവ ഷിഫ്റ്റ് ചെയ്യുക അസാധ്യമാണെങ്കിലും പുതിയതായി ബാർ ലൈസൻസ് കാത്തിരിക്കുന്ന ഒരുപിടി മദ്യശാലകൾ ഇവിടെ ഉണ്ട്. അത്തരത്തിലുള്ള മദ്യശാലകൾക്ക് എളുപ്പത്തിൽ ബാർ ലൈസൻസ് കിട്ടുവാനുള്ള ഒരു എളുപ്പമാണ്. അവിടെ പ്രാദേശികമായ എതിർപ്പുകൾ എളുപ്പത്തിൽ മറികടക്കുവാനുള്ള ഒരു വഴി അവിടെ തുടരും. അവിടെ അവർ അഴിമതി എന്ന പേര് പറയുന്നു, എളുപ്പത്തിൽ നടക്കില്ല എന്ന് പേര് പറയുന്നു. എന്തായാലും ജൂൺ മാസം 30-ാം തീയതി വരെ കാത്തിരിക്കാമെന്ന ഒരു പ്രതീക്ഷയുണ്ട്. പിന്നെ നേരത്തെ സുഹൃത്ത് MLA നൗഷാദ് പറഞ്ഞ പോലെ അടുത്ത 4 വർഷം കഴിയുമ്പോൾ ദ ബെസ്റ്റ് ഗവൺമെൻറ് ദ കേരള എവർ ഹാസ് സീൻ, ഈ കേരളം കണ്ട ഏറ്റവും മികച്ച മദ്യവിരുദ്ധ ഗവൺമെൻറ് ഞങ്ങളായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ സർക്കാരിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സഭയുണ്ടാവും, സംവിധാനം ഉണ്ടാവും. ഇത് സഭയുടെ മാത്രം പ്രശ്നമല്ല. ഇടവേളയ്ക്ക് ശേഷം മദ്യലോബിയുമായി രഹസ്യ ഇടപാടെന്ന ആരോപണത്തിന്റെ ശക്തി കുറയ്ക്കാൻ സർക്കാരിന് കഴിയുമോ? ഇടവേളയ്ക്ക് ശേഷം. ശ്രീ TN പ്രതാപൻ, പതിവായി ആരോപിക്കുന്നതാണല്ലോ ഈ സർക്കാർ മദ്യ ലോബി പറയുന്നത് കേട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്ന്, ഉപകാരസ്മരണ ചെയ്തു കൊടുക്കുന്നു എന്ന്. പക്ഷേ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് VM സുധീരൻ ഉള്ളതുകൊണ്ട് ആ ഒരു അപഖ്യാതി അവസാന നിമിഷങ്ങളിൽ ഒഴിവായി കിട്ടി അന്നത്തെ UDF സർക്കാരിന്. ഇപ്പോൾ ഈ സർക്കാരിനെതിരെ ഇങ്ങനെ ആരോപണം ഉന്നയിക്കുമ്പോൾ ഇനിയും വരാനിരിക്കുന്ന ഒരു മദ്യനയം ചൂണ്ടിക്കാണിച്ചല്ലേ ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുവാൻ UDFന് കഴിയുന്നുള്ളൂ? അല്ല മഞ്ജുഷേ, തുടക്കത്തിൽ തന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ തെരഞ്ഞെടുപ്പ് കാലത്ത് മഞ്ജുഷ നേരത്തെ പറഞ്ഞ പോലെ സീതാറാം യെച്ചൂരി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പുതിയ മദ്യഷാപ്പുകളൊന്നും തുറക്കില്ല, അടച്ച മദ്യഷാപ്പ് തുറക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അതിനെ CPI തിരുത്തിയ കാര്യം മഞ്ജുഷ ഇവിടെ സൂചിപ്പിച്ചില്ല. CPI തിരുത്തുകയുണ്ടായി ആ പറഞ്ഞതിനെ. CPM-ലെ ഒരു വിഭാഗവും CPI തിരുത്തിയതിനെ എതിർത്തില്ല. സ്വന്തം പാർട്ടി അഖിലേന്ത്യാ സെക്രട്ടറിയെ പറഞ്ഞതിനെ ന്യായീകരിക്കാൻ നിന്നില്ല. അത് ആദ്യത്തെ സൂചന. രണ്ടാമത്തെ സൂചന, ഇപ്പോൾ ഈ ഗവൺമെൻറ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, ഹൈക്കോടതിയിൽ നേരത്തെ ഈ കഴിഞ്ഞ ദിവസം വന്ന വിധി, പാതയോരത്തെ രണ്ട് റോഡുകളെ സംബന്ധിച്ച് ഉണ്ടായ 2014-ലെ റീനോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഇല്ല എന്ന് പറഞ്ഞ് വന്ന പിന്നെ NHAIയുടെ ഉത്തരവിനെ സംബന്ധിച്ച് ഹൈക്കോടതി ഏകപക്ഷീയമായി നടത്തിയ വിധി, മറുഭാഗം ഒന്നും കേൾക്കാതെ നടത്തിയ വിധി, ആ വിധിക്ക് സ്വാഭാവികമായും അപ്പീൽ കൊടുക്കണമോ എന്ന കാര്യം ദൃഷ്രാജ് സിംഗ് നേരിട്ട് പോയി AGയോട് ചോദിച്ച കാര്യം മാതൃഭൂമി അടക്കം റിപ്പോർട്ട് ചെയ്തു. നേരെ AG എന്താ പറഞ്ഞത്? AG പറഞ്ഞു അപ്പീൽ കൊടുക്കേണ്ട കാര്യമില്ല. AG അങ്ങനെ ഒറ്റയ്ക്ക് പറയുമോ? ഏത് AGമാരായാലും ഗവൺമെൻറ്റിനോട് ചോദിക്കാതെ, ഗവൺമെൻറ്റിനോട്, മുഖ്യമന്ത്രിയോടോ നിയമമന്ത്രിയോട് ചോദിക്കാതെ അപ്പീൽ കൊടുക്കേണ്ട എന്ന് പറയില്ല. ഒന്നുകിൽ ഡിവിഷൻ ബെഞ്ചിൽ പോകാം, അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ പോകാമായിരുന്നു അതിനെതിരായിട്ട്. അപ്പോൾ പോയില്ല. അത് രണ്ടാമത്തെ തെളിവ്. മൂന്നാമത്തെ തെളിവ്, പുതിയ നിരവധി ബാറുകൾ പണി കഴിച്ച് കിടക്കുന്നുണ്ട് പുതിയ ബാർ ലൈസൻസിന് വേണ്ടി. അത് 3 സ്റ്റാറും 4 സ്റ്റാറും ഒക്കെ ഉണ്ട്. അവയ്ക്ക് ലൈസൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ പഞ്ചായത്തുകളുടെ അധികാരം എടുത്തു കളയണം. സ്വാഭാവികമായും UDF ഭരിക്കുന്ന പഞ്ചായത്തും LDF ഭരിക്കുന്ന പഞ്ചായത്തുകളും ലോക്കൽ ബോഡീസും ഉണ്ട്. LDFന് ഏതെങ്കിലും ഒരു LDF പഞ്ചായത്ത് അനുമതി കൊടുത്താൽ അവിടെ ആ LDF പഞ്ചായത്തിലെ ജനപ്രതിനിധികൾക്ക് നാട്ടിൽ ഇറങ്ങി നടക്കാൻ കഴിയത്തില്ല. അതിനു വേണ്ടി എന്ത് ചെയ്തു? നിയമസഭ കഴിഞ്ഞ ഉടൻ പോയി
നേരത്തെ അച്ഛൻ പറഞ്ഞ പോലെ യുദ്ധകാല അടിസ്ഥാനത്തിൽ ഫാസ്റ്റ് ആൻഡ് ഫാസ്റ്റ് ട്രാക്കിൽ പോയി ഗവർണറെ കൊണ്ട് ഒപ്പിടിവിച്ച് ഓർഡിനൻസ് പുറപ്പെടുവിച്ചു. ഇതെല്ലാം ഈ നാൾവഴികൾ മുഴുവൻ വായിച്ചാൽ, ഇലക്ഷൻ കാലം മുതൽ ഇന്ന് പുറപ്പെടുവിച്ച ഓർഡിനൻസ് ഉൾപ്പെടെയുള്ള ഈ നാൾവഴികൾ മുഴുവൻ വായിച്ചാൽ എന്താണ് LDFന്റെ ഇൻഡിക്കേഷൻ എന്ന് ബോധ്യമാക്കും. പൂർണ്ണമായും പൂട്ടിക്കിടക്കുന്ന ബാറുകൾ തുറക്കാനും മദ്യക്കച്ചവടത്തെ സഹായിക്കാനും തങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കാലത്ത് കിട്ടിയ അവരുടെ പിന്തുണ അത് ഏതൊക്കെ അടിസ്ഥാനത്തിലൊക്കെ എന്തൊക്കെ രീതി കിട്ടിയോ ആ പിന്തുണ അവസാനമായി ശ്രീ എം നൗഷാദ് മദ്യനയം വരെ കാത്തിരിക്കൂ എന്നിട്ട് ആരോപണം ഉന്നയിക്കൂ. ഈ പതിവ് മറുപടിയാണോ ഉള്ളത്? മദ്യനയം വരെ കാത്തിരിക്കൂ എന്ന മറുപടിയാണോ ഉള്ളത് ശ്രീ എം നൗഷാദ്? ശരി, സമയമില്ല, അതുകൊണ്ടാണ് ശ്രീ എം നൗഷാദ് മദ്യനയം വരെ കാത്തിരിക്കണോ ഇതിനുള്ള മറുപടി? അങ്ങനല്ല, ഈ ഗവൺമെന്റിന് ഇത് മദ്യലോബിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പിന് മുമ്പേ പറഞ്ഞതാണല്ലോ. അത് ഈ ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങളോട് നിങ്ങൾ പറഞ്ഞതാണല്ലോ, ആവർത്തിച്ച് പറഞ്ഞതാണല്ലോ. അത് കേട്ടിട്ട് ഈ LDFനെ അധികാരത്തിലെത്തിച്ച ജനങ്ങളെ പരിഹസിക്കുകയാണ് അപ്പോൾ ഫാദർ ആന്റണിയും അതുപോലെ തന്നെ ഈ പ്രതാപൻ ഉൾപ്പെടെയുള്ളവർ ചെയ്തത്. നിങ്ങളൊരു കാര്യം ചെയ്യും, പണ്ട് ഇപ്പോൾ VS അച്യുതാനന്ദൻ എത്ര കേസിന് പോയി, അതുപോലെ ഈ കോടതി വിധിക്കെതിരെ നിങ്ങൾക്കും അപ്പീൽ പോകാമല്ലോ. സർക്കാർ തന്നെ പോകണമെന്നോ നിർബന്ധം? കോടതി വിധിക്കെതിരെ അപ്പീൽ വയ്ക്കൂടെ? അത്ര വലിയ സ്നേഹമുള്ള ഞാൻ പറഞ്ഞോട്ടെ, ഇടപെടാതെ സമയം തീരുന്നു. ഈ ഗവൺമെന്റിനെ നിങ്ങൾ പൊയ്ക്കോ, പക്ഷേ നിങ്ങൾ പൊയ്ക്കോളൂ. മൂന്നാറിലെ സമരം അവസാനിപ്പിച്ചുകൊണ്ട് പ്രതാപൻ ഇടപെടുകയാണ്. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും സമയമില്ല, അതുകൊണ്ടാണ്. ഇനി ധീം തരികെടുത്തു.